എമ്പുരാനെ പറ്റി ഹൈലി എക്സ്പെക്ടേഷൻ ആണുള്ളത്. കാരണം ഇപ്പോൾ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ് മലയാളത്തിലെ തന്നെ. ഇപ്പം എമ്പുരാൻ ലൂസിഫറിന്റെ ഒരു സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് എമ്പുരാൻ വന്നത്. അപ്പം മലയാളക്കാരെ ആകെ ഉറ്റുനോക്കുന്ന ഒരു പടം. അതായത് ഒരു പൂരത്തിനൊക്കെ വരുന്നൊരു ഫീലായിരുന്നു. ഇപ്പൊ രാവിലെ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഒട്ടുമിക്ക നടന്മാരും ഇവിടെ ഉണ്ട്, മെയിൻ സ്ട്രീം ആക്ടേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഫാൻസ് ആയാലും രാത്രി മുതൽ അവർ ഉറങ്ങിയിട്ടില്ല. അവർ DJ പാർട്ടിയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഓളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. മിക്കവർക്കും ടിക്കറ്റ് കിട്ടുന്നില്ല. എന്നിട്ടും അവരൊക്കെ എന്തോ പ്രതീക്ഷയില്ല, കിട്ടുന്നൊരു പ്രതീക്ഷയിൽ ഇവിടെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. ഇപ്പൊ ലാലേട്ടൻ വന്ന സമയത്തൊക്കെ ആയാലും ഭയങ്കര ഓളം. ഇപ്പൊ അദ്ദേഹത്തിന്റെ വലിയൊരു ഡൗൺഫോള് കഴിഞ്ഞിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഒരു ഹറിക്കേൻ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കുട്ടിക്കാറ്റൊക്കെ പോലെ വന്നൊരു കമ്പാക്കാണ് ഇത്. പൊളിയാണ് ഇത്. ഹിറ്റായ മലയാളത്തിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ കാണുകയാണ്, അല്ലെങ്കിൽ മലയാള സിനിമയുടെ മാക്സിമം എക്കണോമിക്കലി ഇൻഡസ്ട്രി വളരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഹിറ്റായ. ഇന്നിപ്പോൾ ഈ പടം ഹിറ്റാകുന്നുള്ള ഇൻഡസ്ട്രിയുടെ തന്നെ ആവശ്യമാണ്. അങ്ങനത്തെ റീച്ച് പോകും. പാനിന്റെ റീച്ച് പോയാൽ പാനിന്റെ ഐ മീൻ ഒരു വേൾഡ് വൈഡ് ഉള്ള ഒരു ആക്ടേഴ്സിനെ മുഴുവൻ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇന്റർനാഷണൽ ആക്ടേഴ്സ്, ഇപ്പം സീരീസ് വഴിയായാലും ഇപ്പം ഹോളിവുഡ് മൂവീസ് വഴിയൊക്കെ ആയാലും ഭയങ്കര റീച്ച് പോയ ആക്ടേഴ്സ് ഒക്കെ ഒത്തിരി ഇവിടെ അതിനകത്ത് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ റീച്ച് പോയാൽ ഭയങ്കര സാധനമായിരിക്കും, ഭയങ്കര ഒരു ഓളമായിരിക്കും. മലയാള സിനിമാനെ ഭയങ്കര ഒരു ടോപ്പ് ലെവലിലൊക്കെ എത്തുന്ന ഒരു അവസ്ഥ വരും. സോ നമുക്ക് കാത്തിരുന്ന് കാണാം.